നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്ത വീഡിയോയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തിറങ്ങി. കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ചും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുമൊക്കെ ചില പോയിന്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ്. ആ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിരൂക്ഷമായ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. വിശ്വാസികൾക്ക് അയ്യപ്പൻ മോക്ഷദായകനായെങ്കിൽ ഭരണകൂടത്തിന് അദ്ദേഹം വെറും തങ്കത്തിന്റെ തൂക്കം മാത്രമാണോ എന്നാണ് രാഹുലിന്റെ ചോദ്യം. ഭൂമിയായ ശബരിമലയിൽ നടന്ന സമാനതകളില്ലാത്ത സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലായത് തന്റെ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അയ്യപ്പന്റെ തങ്ക വിഗ്രഹത്തിന്റെ കാര്യത്തിൽ പോലും വിശ്വാസികൾക്ക് ഇന്ന് ആശങ്കയുണ്ടെന്നും ഭക്തരുടെ കണ്ണീരിനും വഞ്ചനയ്ക്കും ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശ്രീകോവിലിന് കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം കടത്തിയതും സ്വർണത്തിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തി ആസൂത്രിതമായി നടന്ന കൊള്ളയും എന്തൊക്കെയാണ് എന്ന് എണ്ണി പറയുന്നുണ്ട്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് പാടിക്കൊണ്ടാണ് രാഹുൽ വീഡിയോ തുടങ്ങിയിരിക്കുന്നത്. ഈ പാട്ട് പാടാൻ തനിക്ക് അറിയാവുന്നത് കൊണ്ടല്ല, പക്ഷേ ഈ 3.5 കോടി ജനങ്ങളിൽ താൻ മാത്രമേ ഇനി ആ പാട്ട് പാടാൻ ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് താൻ ആ പാട്ട് പാടിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. സ്വർണം പൂശാനായി നൽകിയ ശില്പങ്ങളിൽ നിന്ന് 4.5 കിലോ സ്വർണം അപ്രത്യക്ഷമായത് എങ്ങനെ? സ്വർണത്തിനു പകരം രേഖകളിൽ ചെമ്പെന്നെഴുതി ചേർത്തതിന് പിന്നിലെ അമ്പലം വിഴുങ്ങികൾ ആര്? സ്വർണ്ണക്കടത്തിന്റെ സൂത്രധാരനെന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിൽ വഴിവിട്ട സഹായങ്ങൾ നൽകിയത് ആര്? മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും പ്രതിക്കൂട്ടിലാകുന്നത് എന്തുകൊണ്ട്? അന്വേഷണം മന്ത്രിമാരിലേക്ക് നീളുന്നു എന്ന് കണ്ടപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് വാർത്തയുടെ റൂട്ട് മാറ്റാൻ ശ്രമിച്ചു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങളുടെ പൊരുൾ എന്താണ്? വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലും കോവിഡ് കാലത്ത് കൊള്ള നടത്തിയവർ അയ്യപ്പനെ വിറ്റു തുലച്ചോ എന്ന വിശ്വാസികളുടെ ചോദ്യത്തിന് ബാലറ്റിലൂടെ മറുപടി ഉണ്ടാകുമെന്നും രാഹുൽ പറയുന്നുണ്ട്. സ്വർണം കട്ടത് ആരപ്പ എന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ സോണിയാഗാന്ധിയോടൊപ്പം പോറ്റിയെടുത്ത ചിത്രത്തെ പറ്റിയാണ് പിണറായി വിജയൻ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ധൈര്യമുണ്ടോ? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശ്രീമതി സോണിയാഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്താൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അടൂർ പ്രകാശിനോടൊപ്പം നിന്ന ചിത്രവും പ്രചരിപ്പിച്ചിരുന്നു. അടൂർ പ്രകാശിനോടൊപ്പം ഈ സ്വർണം കടത്തിയ പോറ്റി ചിത്രമെടുത്തു എന്നുള്ളതാണ് അടുത്ത ആരോപണം. ഇവിടെ ചോദ്യം, പോറ്റിക്കൊപ്പം ആരൊക്കെ ചിത്രമെടുത്തു എന്നുള്ളതാണോ? പോറ്റി ആരുടെ സഹായത്താൽ സ്വർണം കടത്തി എന്നുള്ളതാണ്. ഒപ്പമുള്ള ചിത്രത്തെപ്പറ്റി ഞാനൊരു വാചകം പറയാം. ഒരാളോടൊപ്പം ചിത്രമെടുത്താൽ ആ ചിത്രമെടുത്തയാൾ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും നമ്മുടെ പേരിലാകുന്നത് എങ്ങനെ? ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, ഒരാളോടൊപ്പം ചിത്രമെടുത്താൽ ആ ചിത്രമെടുത്തയാൾ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും നമ്മുടെ പേരിലാകുമോ എന്ന ചോദ്യം. സ്വർണ്ണക്കടത്തിലെ പ്രധാന പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ തന്ത്രപ്രധാനമായ ചുമതലകൾ ഏൽപ്പിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. അന്ന് 2019 മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ എന്നിട്ടും അവർ പറയുകയാണ്, അതായത് ഈ ഒരു കേസിൽ ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ആ സമയത്ത് വാസു അവിടെ തലപ്പത്തുണ്ട്. 2019 അനുവാദം നൽകുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രി. CPM നിയമിച്ച വാസു ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇത്രയും ഉന്നതർ CPM-ന്റേതായിരിക്കെ കൊള്ളയുടെ ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനു മേൽ ചാർത്താൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ്. ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന കേസാണ്. നമുക്കറിയാവുന്നതുപോലെ SIT-യെ നിയോഗിക്കുന്നു. അതുപോലെ തന്നെ SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് കേസ് അന്വേഷണം നടത്തുന്നത്. എന്നിട്ട് പോലും SIT-യുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടാകുന്നു. ഹൈക്കോടതി SIT-യെ വിമർശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന അന്വേഷണമായിട്ട് പോലും പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിനായി SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. മന്ത്രിമാരിലേക്ക് അന്വേഷണം നീളുമെന്ന് കണ്ടപ്പോഴാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് വാർത്താ പ്രാധാന്യം മാറ്റാൻ സർക്കാർ ശ്രമിച്ചത്. തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചത് സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. കോവിഡ് കാലത്ത് കൊള്ളയും ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടുകളും പോലെ തന്നെ വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അയ്യപ്പന്റെ തങ്ക വിഗ്രഹത്തിന്റെ കാര്യത്തിൽ പോലും വിശ്വാസികൾക്ക് ഇന്ന് ആശങ്കയുണ്ട്. ഭക്തരുടെ കണ്ണീരിനും വഞ്ചനയ്ക്കും ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും. അയ്യപ്പന്റെ പൊന്നിന്റെ വില കണക്കാക്കുന്നത് ഗ്രാമിലല്ല, മറിച്ച് കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തിലാണ്. അത് വിറ്റു തുലച്ചവർക്ക് ജനം മാപ്പ് നൽകില്ല. ആ ഒരു പാട്ട് സർക്കാരിനെ ഇത്ര മാത്രം അസ്വസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാട്ട് പാടണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ പാട്ട് പാടുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റി പറയുന്നത് ശബരിമലയിൽ ഇവർ സ്വർണ്ണക്കൊള്ള നടത്തിയെന്നാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശബരിമലയിൽ വരെ ഇവർ കൊള്ള നടത്തി എന്ന് പറയാനാണ് താൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ സാധാരണ മനുഷ്യന്മാർക്കും വലിയ ഭയവും ഭക്തിയും ബഹുമാനവും ഒക്കെ ഉള്ളതാണ് ഈശ്വര സങ്കല്പങ്ങൾ. അത് ഏത് മതത്തിൻ്റെതും ആയിക്കോട്ടെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ഈശ്വര സങ്കല്പത്തെ കൊള്ളയടിച്ച സർക്കാർ, ആ സർക്കാരിന് വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊള്ളയടിക്കുവാനോ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ശ്വാസം കിട്ടുവാൻ വേണ്ടി ശ്വാസം മുട്ടി നടന്ന കാലത്ത് കോവിഡ് മറയാക്കി കൊള്ളയടിക്കുവാനോ ഒക്കെ മനസ്സ് കാണിച്ചതിനകത്ത് തനിക്ക് യാതൊരുവിധ അത്ഭുതവുമില്ല. കേരളത്തിൻ്റെയോ ഇന്ത്യയുടേതയോ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാണ് ശബരിമല. ഒരു അയ്യപ്പ വിശ്വാസി 41 ദിവസത്തെ അതികഠിനമായ വ്രതം നോറ്റ് കാനനപാതയിലൂടെ കല്ലും മുള്ളും താണ്ടി കരിമലയും നീലിമലയും അടക്കമുള്ള 18 മലകൾ താണ്ടി 18 മലകളുടെ അധിപനായ അയ്യപ്പനെ തൊഴുതു വണങ്ങുവാൻ 18 പടികൾ കടന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കാണുന്നത് അയ്യപ്പനെയാണ്. എങ്കിൽ ആ പടി കടന്നെത്തുന്ന ഒരു CPM-ന്റെ നേതാവ് കാണുന്നത് ആ അയ്യപ്പനിൽ പൊതിഞ്ഞിരിക്കുന്ന തങ്കത്തിന്റെ തൂക്കമാണ്. ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ശ്രീകോവിലിന് പുറത്ത് ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അകത്തിരിക്കുന്ന മൂർത്തിക്ക് കാവൽ നിൽക്കുന്നു എന്നതാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സങ്കല്പം. അതായത് കാവൽക്കാരാണ്. കാവൽക്കാരെ കൊള്ളയടിക്കുക എന്ന് നമ്മൾ അധികം കേട്ടിട്ടില്ല. അങ്ങനെ കൊള്ള നടത്തിയ ഭഗവാന്റെ കട്ടിളപ്പടിയിലെ സ്വർണം അടിച്ചു മാറ്റി അമ്പലം വിഴുങ്ങി കളഞ്ഞ സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ചെറുതും വലുതുമായ ഒരു വസ്തു പോലും ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന മുൻ ഉത്തരവുണ്ട്. ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിയത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ആദ്യമായി കോടതി ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത്. 2025 സെപ്റ്റംബർ മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് 4.5 കിലോ സ്വർണ്ണമാണ് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് മാത്രം ഈ അമ്പലം വിഴുങ്ങികൾ അടിച്ചു മാറ്റിയതെന്നും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയുള്ള വാർത്തകൾ പിന്നീട് നിറം പിടിപ്പിച്ചത് പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ കടന്നു വരവോടുകൂടിയാണ്. പോറ്റിയാണ് സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഏതോ ഒരു പോറ്റി സ്വർണം കടത്തിയതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടിയ ഒരു കൂട്ടം മാധ്യമങ്ങൾ സർക്കാരിനെ സഹായിക്കാനായി പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ മാത്രം സൂക്ഷ്മദർശിനികളുമായി പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ആരോടൊപ്പം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ആരൊക്കെ പ്രതിപക്ഷത്തുള്ള ആളുകളുണ്ട്, അതിനെ പറ്റിയായി അന്വേഷണം മുഴുവൻ. അപ്പോഴും ഈ മാധ്യമങ്ങൾ മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ തന്ത്രപ്രധാനമായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ആരാണെന്ന കാര്യം 2019 മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 2019 ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. വാസുവാണ് തലപ്പത്തുള്ളത്. അപ്പോൾ CPM സർക്കാർ നിയമിച്ച വ്യക്തി വാസുവും തലപ്പത്തുണ്ട്. അപ്പോൾ ഇത്രയും പേർ CPM-ൻ്റെതായി കിടക്കുമ്പോൾ അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം മറ്റാരെങ്കിലും എങ്ങനെയാണ് ചാർത്തുവാൻ കഴിയുക എന്ന നിർണായകമായ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ പോയിന്റുകൾ നിരത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.